ഞങ്ങളിന്ന് ക്ഷേത്ര ദർശനത്തിന് ഇറങ്ങിയ ദിവസമായിരുന്നു കേട്ടോ. ആദ്യം പോയത് ശിവൻ്റെ അമ്പലത്തിലേക്കാണ്. നല്ല മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഉടനെ നമ്മൾ അവിടെ കാണുന്ന കുഞ്ഞു കടയിൽ കയറി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മക്കൾക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ അവിടെ ഒരു തടാകമുണ്ട്, അവിടെ പോയി നിൽക്കുക, പാർക്കുണ്ട്, അങ്ങോട്ടൊക്കെ പോകാമെന്ന് വെച്ച് നേരെ വിട്ടു. പക്ഷേ വീണ്ടും മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ആ സ്ഥലം വരെ ഒന്ന് പോയി കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നൊന്ന് കണ്ടു. അവിടെ കുറേ ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് മഴ കൊള്ളാതിരിക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് പാർക്കും ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം കുട്ടികളായിട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അവർ കരഞ്ഞും പിരിഞ്ഞും സീനാവണ്ടെന്ന് കരുതി ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തിരിച്ചു. വണ്ടിയിൽ കയറി അപ്പോൾ ഉറങ്ങുന്ന മക്കളായതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രങ്ങളുടെ ശരിക്കുള്ള പേരുകളൊക്കെ ഞാൻ മറന്നുപോയി. അതാണ് ശിവക്ഷേത്രം എന്നും ഗണപതി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഗോപുരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ ഒരു അത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്വാമി വന്നിട്ട് നമുക്ക് കുറിയൊക്കെ തൊട്ടന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും തൊടും ചെയ്ത്, കാരണം ഇങ്ങനെ ഈ ഒരു ടൈപ്പ് കുറിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മൾ ഇരുന്ന് സെൽഫി എടുത്തു, രസമല്ലേ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. മഴ ഞങ്ങളെ ചെറുതായിട്ട് പിന്തുടർന്നുകൊണ്ടേയിരുന്നു, പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. എന്നാലും നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനും പറ്റി. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. അതായത് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അതുവരേക്കും ടാറ്റാ.